കരുണാമയനേ കരുണാമയനേ അടിയനീ പൊടിയാണെന്നോർത്തിടണമേ. അലറും നീയാഴിയിൽ എൻ പ്രാണനെ അണയാതെ എന്നും നീ കാത്തിടണമേ. നിന്ദയെന്നും ജീവനാണേ, നിൻ കൃപയെന്നും ആശ്രയമേ. നീ അടിച്ചാലും ആർദ്രമാണേ യേശുവേ. കരുണാമയനേ യേശുവേ, കരുണാമയനേ. പ്രശസ്ത സംഗീത സംവിധായകനും ഗായകനും അതുപോലെ തന്നെ ജീസസ് യൂത്തിൻ്റെ മ്യൂസിക് മിനിസ്ട്രിയുടെ സജീവ സാന്നിധ്യവുമായ അൽഫോൻസ് ജോസഫ് സാറാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത്. ചേട്ടാ, ഈ ഒരു കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ സുവർണ്ണ ജൂബിലി നടക്കുന്ന ഈ ഒരു സമയത്ത് എങ്ങനെയായിരുന്നു കരിസ്മാറ്റിക് മൂവ്മെൻറ്റിലേക്ക് അല്ലെങ്കിൽ ജീസ് യൂത്തിലേക്കൊക്കെയുള്ള ചേട്ടൻ്റെ ഒരു വരവ് എങ്ങനെയായിരുന്നു? ഞാൻ 89 ആദ്യമായിട്ട് എൻ്റെ 10ാം ക്ലാസ് കഴിഞ്ഞ് പ്രീ ഡിഗ്രി ജോയിൻ ചെയ്യാൻ പോകുന്ന സമയത്ത് ഒരു യുവജന ധ്യാനം ഉണ്ടായിരുന്നു. അത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ തൃശ്ശൂരിലുള്ള ജിസ് യൂത്ത് ചേട്ടന്മാരെല്ലാവരും കൂടെ എൻ്റെ വീട്ടിൽ വന്നു. അപ്പോൾ അന്ന് ക്യാമ്പസ് മീറ്റ് 89 എന്ന് പറഞ്ഞ പ്രോഗ്രാം വിമല കോളേജിൽ നടക്കാൻ പോവുമായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേറ്ററി കാര്യങ്ങളൊക്കെ നടക്കുമായിരുന്നു. അപ്പോൾ ഈ ചേട്ടന്മാരെ എന്നെ വിളിച്ചുകൊണ്ട്, അപ്പോൾ ആക്ച്വലി ഈ പോസ്റ്റർ എഴുതാൻ ഞാൻ പടം വരയ്ക്കാറുണ്ട്. അപ്പോൾ പോസ്റ്റർ ഉണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ടാണ് എന്നെ വിളിച്ചത്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പാട്ട് പാടുന്നുള്ളത് അറിഞ്ഞതുകൊണ്ട് മ്യൂസിക് മിനിസ്ട്രിയുടെ കൂടെ ജോയിൻ ചെയ്യാനായിട്ട് ഇൻവിറ്റ് കിട്ടി. അങ്ങനെ എറണാകുളത്ത് അതിൻ്റെ പ്രാക്ടീസിന് പോയി. അങ്ങനെയാണ് റെക്സ് ബാൻഡുമായിട്ട് കണക്റ്റഡ് ആവുന്നത്. പിന്നെ ജിസ് യൂത്തിൽ ക്യാമ്പസ് മിനിസ്ട്രിയിൽ ആക്റ്റീവായിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ അങ്ങോളം മ്യൂസിക് മിനിസ്ട്രി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് റീജിയണൽ ക്യാമ്പസ് മീറ്റുകൾ നടന്നപ്പോഴും റീജിയണൽ ക്യാമ്പസ് മീറ്റ്, സബ് റീജിയണൽ ക്യാമ്പസ് മീറ്റുകൾ, ഇവിടെയെല്ലാം പുതിയ മ്യൂസിക് മിനിസ്ട്രികൾ ഉണ്ടാക്കാനായിട്ട് ഞങ്ങൾ ടീമായിട്ട് പോയി ട്രെയിനിങ് കൊടുക്കുകയും, അപ്പോൾ ഒരു എന്താ പറയുക, ഒത്തിരി വർഷങ്ങൾ കർത്താവ് ഓടി നടക്കാനായിട്ട് അനുവദിച്ചു. അതിലൂടെ ദൈവം കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചു. ആദ്യമൊന്നും അങ്ങനെ ഒരു വളർച്ചയൊന്നും ആയിരുന്നില്ല. ഒരു സംഗീതത്തിൻ്റെ ഒരു ഓളത്തിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ പതിയെ ദൈവം ഇങ്ങനെ ഒരു അനുഭവത്തിലൂടെ ആഴത്തിൽ കർത്താവിനെ അറിയുവാനും ആ ഒരു റിലേഷൻഷിപ്പിൽ ഗ്രോ ചെയ്യാനൊക്കെ ദൈവം അനുവദിച്ചു. ചേട്ടാ, അപ്പോൾ ഈ ഒരു പ്രൊഫഷണൽ ലൈഫും ഈ ഒരു കരിസ്മാറ്റിക് മൂവ്മെൻറ്റും കൂടി എങ്ങനെയാണ് ഒരേപോലെ കൊണ്ടുപോകുന്നത്? തമ്പുരാന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക നമ്മുടെ ഒരു ബിസി ഷെഡ്യൂളിൻ്റെ ഇടയിൽ എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അപ്പോൾ അത് ചെയ്യാനായിട്ടുള്ളൊരു മോട്ടിവേഷൻ, അത് ചെയ്യാൻ സമയം കണ്ടെത്തുന്നത്, ബാലൻസ് ചെയ്യുന്നതൊക്കെ എങ്ങനെയാണ്? അതായത് ഒരു 10-15 വർഷം കർത്താവിന് വേണ്ടി മാത്രം പാടുന്ന ഒരു അത്രയും ഇൻറ്റൻസ് ഒരു ട്രെയിനിങ്ങിലൂടെ ദൈവം കൊണ്ടുപോയതിന് ശേഷമാണ് സിനിമയിലേക്ക് വരുന്നത്. സിനിമയിലേക്ക് വരുമ്പോഴും ഒത്തിരി പ്രാർത്ഥിച്ചിട്ടാണ് പോകണോ വേണ്ടയോ. കാര്യം ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ എൻ്റെ സംഗീതം കർത്താവിന് വേണ്ടി മാത്രമെന്ന് തീരുമാനിച്ച് അങ്ങനെ ഡിസിഷനിലാണ് പോയിക്കൊണ്ടിരുന്നത്. കുറേ അന്നേരം ഉണ്ടായിരുന്ന കുറേ ഓപ്പർച്യൂണിറ്റീസും കുറേ ബാൻഡും ഇതെല്ലാം ഞാൻ ഗിവ് അപ്പ് ചെയ്തിട്ടാണ് ഈശോയ്ക്ക് വേണ്ടി പോയിരുന്നത്. അപ്പോൾ ഈ സിനിമയുടെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എന്നുവെച്ചാൽ ഞാൻ കമ്പ്യൂട്ടറിലാണ് എൻ്റെ ജോലി കൊണ്ടുപോകാൻ ആഗ്രഹിച്ചത്. അതിനുവേണ്ടി MCA ഒക്കെ പഠിച്ചു, 2 വർഷം ഒരു സ്ഥലത്ത് വർക്ക് ചെയ്തു. പക്ഷേ എനിക്ക് ഒരു സമയത്ത് എനിക്ക് ആ മേഖലയിൽ ജോലി കിട്ടാത്തൊരവസ്ഥ വന്നു. അപ്പോൾ ഞാൻ അതിങ്ങനെ ഒത്തിരി വിഷമവും കാര്യങ്ങളൊക്കെ വീട്ടിൽ നിന്ന് പറഞ്ഞു, നീ ഇങ്ങനെ ജോലിയാണ്ട് നടക്കുന്നത് എങ്ങനെയാണ്, എന്നിട്ട് ഇങ്ങനെ കർത്താവിൻ്റെ പേര് പറഞ്ഞ് ജീസസ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടന്നിട്ട് ഇങ്ങനെയൊക്കെ ഒരു കൺഫ്യൂസ്ഡ് ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു. അപ്പം അത്രയും നാൾ ഞാൻ എൻ്റേതായൊരു ചിന്തയിലാണ്. എൻ്റെ മ്യൂസിക് ഈശോയ്ക്ക് വേണ്ടി മാത്രം, അത് നല്ല ചിന്തയായിരുന്നു. പക്ഷേങ്കിലും കർത്താവിന് വേറെ പദ്ധതികളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കൊളത്തുവയിലൊരു ധ്യാനം കൂടിക്കൊണ്ടിരുന്ന സമയത്താണ് എനിക്കൊരു അനുഭവം തരുന്നത്. അതായത് ആ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ദുബായിൽ നിന്ന് ഒരു ജോലിയുടെ ഓഫർ വരാം ഏഷ്യാനെറ്റിൽ വർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അച്ഛൻ്റെ കൂടെ പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, അവിടെ ഒരു പ്രകാശം കാണുന്നുണ്ട്, അതുകൊണ്ട് നീ ധൈര്യമായിട്ട് നീ യെസ് പറഞ്ഞ് പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ എനിക്കുണ്ടായിരുന്നൊരു കൺഫ്യൂഷൻ, അവിടെ മ്യൂസിക് ഫീൽഡ് എടുക്കണോ അത് കമ്പ്യൂട്ടറിൽ തന്നെ കണ്ടിന്യൂ ചെയ്യണമെന്നുള്ള അവിടെ ദൈവം ഒരു ഗൈഡൻസ് തന്നു. അങ്ങനെ ഞാൻ ദുബായിൽ വന്നു. ഏഷ്യാനെറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് സിനിമയുടെ ഓഫർ വരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ എടുക്കണോ വേണ്ടതെന്ന് ഞങ്ങളിങ്ങനെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ പ്രാർത്ഥിച്ചു. അപ്പോൾ ഒരു വ്യക്തി ഞങ്ങളുടെ ഗ്രൂപ്പിലുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, ആ മേഖലയിൽ നിന്നെ കർത്താവിന് ആവശ്യമുണ്ടെങ്കിലോ, അവിടെ ഒരാൾക്കും പുറത്തുനിന്ന് ഒരാൾ വന്ന് അവിടെ പറഞ്ഞാൽ ആരും കേൾക്കാൻ പോകുന്നില്ല. അപ്പോൾ അതിനകത്തുള്ള ഒരാൾ സംസാരിച്ചാലേ ഉള്ളൂ അതിനകത്തുള്ള ആൾക്കാർ കേൾക്കത്തുള്ളൂ. അപ്പോൾ നീ ദൈവം അത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീയായിട്ടത് നോ പറയണ്ട,
ചുമ്മാ പോയി നോക്ക്, നിനക്ക് ഒട്ടും പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ തിരിച്ചു പോരേന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആദ്യമായിട്ട് ഞാൻ വരുന്നത്. പക്ഷേ വന്ന സമയം മുതൽ എനിക്ക് നല്ലൊരു ഒരു നല്ലൊരു ടീം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് റെക്സ് ബാൻഡിൽ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ പ്രാർത്ഥന ഗ്രൂപ്പിലുള്ളവർ, ദുബായിൽ തന്നെ ഞങ്ങളുടെ നല്ലൊരു സ്ട്രോങ് പ്രാർത്ഥന ഗ്രൂപ്പായിരുന്നു. അപ്പോൾ അതിലൂടെ ദൈവം കുറേ കാര്യങ്ങൾ എന്നെ പഠിപ്പിച്ചു. അതായത് നമ്മൾ പലപ്പോഴും ചില ആളുകളെ നമ്മുടെ ജീവിതത്തിൽ മാറ്റി നിർത്തും. അവർ പാപികളാണ്, അല്ലെങ്കിൽ അവർ ഇതാണ് ഭയങ്കര ജഡ്ജ്മെൻ്റലായിട്ട്. പക്ഷേ ആ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവരെന്തുമാത്രം സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാർ അവിടെ ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ എനിക്ക് ഒരു കാര്യം തീർച്ചയാണ്, അതൊരു വാർഫീൽഡാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ടെംപ്റ്റേഷൻസും പാപത്തിൻ്റെ അവസ്ഥകളും വളരെയധികം നമ്മളോടിങ്ങനെ ശരീരത്തിനോട് ചേർന്ന് നമ്മൾ വീഴുവോ ഇങ്ങനത്തെ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. പക്ഷേ അതിലൂടെയൊക്കെ ദൈവം ഇങ്ങനെ തീച്ചുളയിലൂടെ കൊണ്ടുപോകാന്ന് പറയില്ല, അങ്ങനത്തെ അനുഭവം. പക്ഷേ അവിടെ കർത്താവ് തന്നൊരു അനുഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും ഈശോയെ സാക്ഷ്യപ്പെടുത്താനായിട്ടൊരു കൃപ തന്നു, ധൈര്യം തന്നു. അപ്പോൾ ആദ്യം മുതൽ തന്നെ ചെന്നപ്പോൾ തന്നെ ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റി ഞാൻ അവിടെ ക്ലിയറാക്കി. ദിസ് ഇസ് മീ. അപ്പം ചില സിനിമകൾ വരുന്ന സമയത്ത് ഇതിനെപ്പറ്റി എന്താ പറയുക, സ്ക്രിപ്റ്റിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് വിശ്വാസത്തിനെതിരായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ പറയും ഇതെനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ കുറേ പ്രശ്നങ്ങളുണ്ടായി. അപ്പം പല സിനിമകളും എന്നെ പുറത്താക്കി, അല്ലെങ്കിൽ പല ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് നഷ്ടപ്പെട്ട അനുഭവങ്ങളുണ്ട്. പക്ഷേ ഈ ഓരോരോ സ്റ്റെപ്പുകൾ എടുക്കാൻ ദൈവം ശക്തി തന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ നിൽക്കാനായിട്ടുള്ളൊരു ഒരു സ്പെഷ്യൽ എന്താ പറയുക, നമ്മൾ ഓട്ടോമേറ്റഡായിട്ട് നമ്മളൊരു സംരക്ഷണ വലയം ദൈവം സൃഷ്ടിച്ചു നമുക്ക് വേണ്ടിയിട്ട്. പിന്നെ അതുകൊണ്ട് തന്നെ പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്കാരത് ആക്സെപ്റ്റ് ചെയ്യും. ഹീസ് ലൈക്ക് ദാറ്റ് എന്നുള്ളൊരു രീതിയിൽ ആയിരുന്നു. അപ്പോൾ ഒരു TV ഇൻ്റർവ്യൂയുടെ സമയത്ത് അവതാരകൻ തന്നെ എൻ്റെ അടുത്ത് ചോദിച്ചു, താൻ ഇൻഡസ്ട്രിയിൽ ഇത്രയും മുകളിലേക്ക് കയറി വരാത്തതിൻ്റെ കാര്യം താൻ ഇങ്ങനെ ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നതെന്നാണ്. അപ്പോൾ ഞാൻ പുള്ളിക്കാരനോട് ഞാൻ പറഞ്ഞു, അതില്ലാതെ എനിക്കൊരു എക്സിസ്റ്റൻസ് ഇല്ല. ദാറ്റ് ഈസ് മീ. കർത്താവ് ദൈവമാണ് എന്നെ ഈ മേഖലയിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ കൂടെ എനിക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ പിന്നെ ഓരോ അനുഭവം നമ്മൾ പറയാമല്ലോ, നമുക്ക് സന്തോഷകരമായിട്ടുള്ള അനുഭവം മാത്രമല്ല, ദുഃഖകരമായ അനുഭവങ്ങൾ, വേദനയുടെ, രോഗത്തിൻ്റെ അനുഭവങ്ങൾ, ഇതൊക്കെ ഉണ്ടായപ്പോഴത്തേക്ക് അതിലൂടെയൊക്കെ ഓരോരോ കാര്യങ്ങൾ ദൈവം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണ് വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് അവർ ലൈഫ്, എന്താണ് ഇറ്റേണിറ്റി. അതൊക്കെ ഞാനൊരു 4 മാസം കിടപ്പായി കഴിഞ്ഞ സമയത്താണ് ആഴത്തിലുള്ള ബോധ്യം ദൈവം തന്നത്. അന്നേരം ഫ്രാൻസിസ് അസീസിയുടെ ജീവചരിത്രം ഞാനിങ്ങനെ വായിച്ചു പോകുന്ന സമയത്ത് നിത്യജീവിതത്തിന് വേണ്ടി പരിശ്രമിക്കണം, അതിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാ ദിവസവും ഇങ്ങനെ ഉണർന്നിരിക്കണം എന്നുള്ള ഒരു വലിയൊരു ശക്തമായിട്ടുള്ള ഒരു ബോധ്യം എനിക്ക് കിട്ടി. അന്ന് ശരിക്കും ഞാൻ ഇൻഡസ്ട്രി വിട്ട് പൂർണ്ണമായിട്ടും മിഷനിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചൊരു സമയമാണ്. അങ്ങനെ തീരുമാനിച്ചിരിക്കുമ്പോഴാണ് എൻ്റെ സ്പിരിച്വൽ ഗൈഡ് ആയിരുന്ന ആളടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ നീ കംപ്ലീറ്റായിട്ട് ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് പോകാനല്ല ദൈവം പറയണേ, നിൻ്റെ മിഷൻ സെൻറ്റർ ഒന്നുകൂടി ക്ലാരിറ്റി തരുന്നതാണ്. നീ വർക്ക് ചെയ്യുന്ന സ്ഥലമാണ് നിൻ്റെ മിഷൻ സെൻറ്റർ. അവിടെ നീ ഈശോയെ ഇത്ര നാൾ എങ്ങനെയാണ് സാക്ഷ്യം, അതിനേക്കാളും ശക്തമായിട്ട് നീ സാക്ഷ്യം കൊടുക്കണം, അതിന് വേണ്ടി ദൈവം വിളിക്കണേന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കറിയത്തില്ലായിരുന്നു 3-4 മാസം ഇൻഡസ്ട്രിയിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ എങ്ങനെ തിരിച്ചതിനകത്തോട്ട് പോരാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ സമയത്താണ് AR റഹ്മാൻ എന്നെ പാടാൻ വേണ്ടി വിളിക്കുന്നതും അങ്ങനെ ഇൻഡസ്ട്രിയിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നതും. പിന്നെ അതൊരു വേറൊരു കൈൻഡ് ഓഫ് രീതിയിലൂടെ ദൈവം എന്നെ നയിക്കുമായിരുന്നു. അപ്പം റഹ്മാൻ സാറിൻ്റെ കൂടെ 4 മാസത്തെ ടൂറിന് എന്നെ വിളിച്ചു, വേൾഡ് ടൂറിന്. അപ്പോൾ വേൾഡ് ടൂർ തുടങ്ങുന്നതിന് മുമ്പ് ദൈവം എന്നോട് പറഞ്ഞു, ദിസ് ഈസ് എ മിഷൻ ട്രിപ്പ്. അപ്പോൾ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകണമെന്നൊരു തീരുമാനം എടുത്തു. അപ്പോൾ ഈ പോകുന്ന യാത്രയിൽ ഒരു ദിവസം പോലും കുർബാന മുടങ്ങില്ല എന്ന് ഞാൻ ഈശോയുടെ മുമ്പിൽ തീരുമാനമെടുത്തു. എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷേ കർത്താവ് അവിടെയൊക്കെ വിശ്വസ്തനായിട്ട് നമ്മുടെ കൂടെ നിന്നു. അതുമാത്രമല്ല, ഞാൻ ഈ കുർബാനയ്ക്ക് പോകുന്നതുകൊണ്ട് തന്നെ പലരും ചോദിക്കാൻ തുടങ്ങി, നീ എവിടെയാണ് പോകുന്നത് രാവിലെ. അങ്ങനെ അവരോടൊക്കെ ദൈവത്തെപ്പറ്റി, ഈശോയെപ്പറ്റി പറയാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടി. ശരിക്കും ആ ടൂറിൽ റഹ്മാൻ സാറിൻ്റെ അടുത്ത് എനിക്ക് പേഴ്സണലി സംസാരിക്കാൻ പറ്റിയില്ല, പക്ഷേ ബാക്കി ഒരുവിധം എല്ലാവരുടെ അടുത്തും ഈശോയെക്കുറിച്ച് പറയാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അപ്പം അങ്ങനെ കർത്താവ് ഒരു ആഴത്തിലുള്ള, ഇപ്പോൾ എന്താ പറയുക, കഴിഞ്ഞൊരു 1.5 വർഷത്തോളമായിട്ടുള്ളൊരു അനുഭവം എന്ന് പറഞ്ഞാൽ ലിവിങ് വാട്ടേഴ്സ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിലൂടെ എനിക്ക് ആഴത്തിലുള്ളൊരു ഹീലിംഗ് എക്സ്പീരിയൻസ്, എസ്പെഷ്യലി നമ്മളുടെ ചില മേഖലകൾ, എസ്പെഷ്യലി ചില സെക്ഷൽ ഏരിയകളിൽ നമുക്ക് ചില സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. അതൊക്കെ പരിപൂർണമായിട്ട് വേരോടെ പിഴുതെറിയപ്പെടാൻ പറ്റുമെന്നുള്ളൊരു ശക്തമായിട്ടുള്ളൊരു കൺവിക്ഷൻ ദൈവം തന്നു. അതായത് ഡെഡ് ടു സിൻ എന്ന് പറയുന്നത് പോസിബിളാണ്. അതുവരെ ഞാനിങ്ങനെ അതൊന്നും നമുക്കെന്നെ, ഞാനിങ്ങനെ മിനിസ്ട്രിയിൽ ലീഡറായിട്ട് പോകുമ്പോഴും ചില കാര്യങ്ങൾ നമുക്ക് പുറത്തൊന്നും നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങൾ നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഇത് എന്താ കർത്താവ് ഇങ്ങനെ ഇത്രയും വർഷമായിട്ട് എനിക്ക് ചില കാര്യങ്ങളിൽ ഒരു വിടുതലില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്ന സമയമുണ്ട്. പക്ഷേ അവിടെ ഒരു ക്ലാരിറ്റി കർത്താവ് തന്നു. അതായത്
നമ്മുടെ ജീവിതത്തിൽ ചേഞ്ച് ചെയ്യാൻ, നമുക്ക് ആ രക്ഷ തരാൻ വേണ്ടി തന്നെയാണ് കർത്താവ് വന്നത്, കുരിശിൽ മരിച്ചത്. അതിന് യാതൊരു സംശയമില്ല. പക്ഷേ നമുക്ക് ഒരു ഒരു പ്രോസസ്സുണ്ട്. നമ്മൾ ആ പല പല പ്രോസസ്സിലൂടെ കർത്താവ് കൊണ്ടുവന്ന് ഇങ്ങനെ പതുക്കെ പതുക്കെ വിശദീകരിച്ച് ഇങ്ങനെ പടിപടിയായിട്ട് അവിടുത്തെ അല്ലേ ക്രിസ്തുവിൻ്റെ ആ ഐഡൻറ്റിറ്റിയിലേക്ക് നമ്മളെ പറ്റി ചേർക്കാൻ വേണ്ടിയിട്ട് ദൈവം നമ്മളെ കൊണ്ടുപോകും. അപ്പോൾ ആ അനുവദിക്കുന്ന നിമിഷങ്ങളിൽ നമ്മൾ തകർന്നു പോകരുത് എന്നുള്ളതാണ്. നമ്മൾ കർത്താവിനോട് ചേർന്ന് നിൽക്കുക, ഈശോയോട് കൂടിയുള്ള ആ ലിവിങ് റിലേഷൻഷിപ്പ് ഓരോ ദിവസം അത് പൂർണ്ണമാക്കുക, വചനം കൂടുതൽ ആഴത്തിൽ കയറ്റുക. കാര്യം നമുക്കറിയാം, ഇന്ന് ഈ ലോകത്തിൽ ഓരോ നിമിഷവും ഇൻഫർമേഷൻസ് വന്നുകൊണ്ടിരിക്കുക. മൊബൈൽ തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെ എന്താ പറയുക, ഫ്ലഡിങ് ഓഫ് ഇൻഫർമേഷൻസാണ്. അത് നല്ലതുണ്ട്, പൊട്ടയുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ നമ്മളുടെ ചിന്തകളെ, നമ്മുടെ മനസ്സിനെയൊക്കെ സ്വാധീനിക്കുന്നുണ്ട്, നമ്മുടെ ആത്മാവിനെയൊക്കെ സ്വാധീനിക്കുന്നുണ്ട്. അവിടെ നമ്മൾ അതിന് ഈക്വലായിട്ട് വചനം ഉള്ളിൽ കയറ്റിയില്ലെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ദാറ്റ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് തിങ്. ആൻഡ് കർത്താവ് അങ്ങനെ ആ ഒരു സ്റ്റേജിലൂടെ ഇപ്പോൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. ചേട്ടൻ ഇപ്പോൾ പറഞ്ഞല്ലോ, ചേട്ടനൊരു പ്രൊഫഷൻ വേണോ അതോ മിഷൻ വേണോ എന്നായിരുന്നു ഡൗട്ടായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, അതായത് പ്രൊഫഷണലിലും നമ്മൾ മിഷൻ ചെയ്യണമെന്ന് പലരും അത് മനസ്സിലാക്കുന്നില്ല. അപ്പം അങ്ങനെയുള്ള ആൾക്കാരോട് ചേട്ടൻ എന്താ പറയാനുള്ളത്? അതായത് പല പല വിളികളാണ്. ഇപ്പോൾ ഞാൻ പറയുകയാണ്, ഇപ്പോൾ നാളെ ഇപ്പോൾ കർത്താവ് എൻ്റെ അടുത്ത് സ്ട്രോങ് ആയിട്ട് പറയാണ്, അൽഫോൻസെ നിർത്തിക്കോ, നീ ഫുൾ ടൈം ഇറങ്ങിക്കോ എന്ന് പറഞ്ഞാൽ ഐ ഹാവ് ടു ടേക്ക് ദാറ്റ് ഡിസിഷൻ. പക്ഷേ എനിക്ക് ഈശോ പഠിപ്പിച്ചതെന്ന് വെച്ചാൽ, ഞാൻ ആദ്യം ധ്യാനം കൂടി ജീസ് യൂത്തിൽ വന്നപ്പോൾ എനിക്ക് ആ സെറ്റ് അപ്പാർട്ട് എന്ന് പറയുന്നൊരു സംഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണമായിരുന്നു. എൻ്റെ ഫ്രണ്ട്ഷിപ്പ്, എൻ്റെ പഴയ കൂട്ടുകാർ, അവരെയൊക്കെ എനിക്ക് മാറ്റി നിർത്തണമായിരുന്നു. എൻ്റെ ബാൻഡ് എനിക്ക് ഉപേക്ഷിക്കണമായിരുന്നു. അങ്ങനെ എൻ്റെ കോളേജ്, അതായത് പ്രീ ഡിഗ്രി പഠിച്ചിരുന്ന കോളേജ് കർത്താവ് സ്ട്രോങ് ആയിട്ട് പറഞ്ഞു, നീ ഇവിടുന്ന് വിട്ടുപോക്കോ, അല്ലെങ്കിൽ നിൻ്റെ കാര്യം കട്ടപ്പൊക്കെയാണ്. പിന്നെ ഞാൻ അവിടുന്ന് എനിക്ക് ഇഷ്ടമില്ലാത്ത കോളേജിൽ പോയി ജോയിൻ ചെയ്തു. അപ്പോൾ അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് സെറ്റിംഗ് അപ്പാർട്ടില്ലേ, അത് നമ്മുടെ ജീവിതത്തിലുണ്ടാവും. അത് കഴിഞ്ഞിട്ടാണ് അങ്ങനെ ഞാൻ ഈശോയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുക്കാൻ ഞാൻ തയ്യാറാണെന്ന് എൻ്റെ മനസ്സിൽ പൂർണ്ണ ബോധ്യം വന്നു കഴിഞ്ഞപ്പോഴാണ് ഈശോ എന്നെ സിനിമയിലേക്ക് കൊണ്ടുപോയത്. കാര്യം അപ്പോൾ കർത്താവിനെ ഒരുക്കിയിട്ടാണ് കൊണ്ടുപോകുന്നത്. അവിടെ ഇത്രയും വർഷങ്ങൾ നിന്നു. പിന്നെ വീണ്ടും ഒരു അഡീഷണൽ കമ്മിറ്റ്മെൻറ്റ് തന്നിട്ട് വീണ്ടും അതിൻ്റെ ഒരു അടുത്ത ലെവലിലേക്ക് കർത്താവിനെ കൊണ്ടുപോയി. ഇനി നാളെ ഈശോ പറയാണ്, നിർത്തിക്കോ മോനെ, നീ ഫുൾ ടൈം ഇറങ്ങിക്കോ എന്ന് പറഞ്ഞാൽ ഐ ആം റെഡി. ആ ഒരു മൊമെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പം ഒന്ന് കർത്താവിൻ്റെ ഹിതം പോലെ നടക്കുക എന്നുള്ളതാണ്. എല്ലാ പണികളും നമ്മൾ ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവം നമ്മളെ കൊണ്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. അത് നമ്മൾ കണ്ടെത്തുക. പ്രാർത്ഥനയിലും നമ്മുടെ ഗൈഡൻസ്, നമ്മുടെ പാസ്റ്റേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ എൽഡേഴ്സിൻ്റെ അവരിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കും. ചിലപ്പോൾ നമുക്കൊക്കെ വലിയ ഐഡിയാസ് ഉണ്ടാവും, അതൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത്. ചിലപ്പോൾ മിണ്ടാതെ വീട്ടിലിരിക്കാനായിരിക്കും ദൈവം പറയുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ അപ്പനെ അനുസരിച്ച് വീട്ടിലിരിക്കാനായിരിക്കും. അപ്പോൾ ഇതൊക്കെ ഓരോ ഇതാണല്ലോ. ഫ്രാൻസിസ് അസീസി ഉണ്ടല്ലോ, ഇപ്പോൾ ലൈക്ക് സുവിശേഷം പ്രസംഗിക്കാനായിട്ട് മാർപ്പാപ്പയുടെ അടുത്ത് വന്ന്, അല്ലെങ്കിൽ ഒരു കോൺഗ്രിഗേഷൻ തുടങ്ങാതൊക്കെ ചോദിച്ചപ്പോൾ മാർപ്പാപ്പ നീ പോയി പന്നികളോട് പ്രസംഗിക്കാൻ വന്നു. പുള്ളിക്കാരൻ എന്ത് ചെയ്തു, ഓക്കെ യെസ് പിതാവേ, നേരെ വന്ന് അവിടെ ഉണ്ടായിരുന്ന അവരോട് അപ്പം അവിടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. ഇപ്പം നമ്മളിപ്പോൾ എന്താ വെച്ചാൽ, എനിക്ക് ഇത്രയും കഴിവുണ്ടല്ലോ, അല്ലെങ്കിൽ എനിക്കിത് ചെയ്യാനുള്ളതുണ്ടല്ലോ, പിന്നെ അവരിങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ, അപ്പോൾ അവർ ആ വഴിക്ക് പോയിക്കോട്ടെ, ഞാനെന്ന് എൻ്റെ വഴിക്ക് പോകാൻ, അങ്ങനെ ഒരു ഇതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഓരോ സമയങ്ങളിലും നമ്മൾ കർത്താവിനെ ശ്രവിച്ച് പോകുമ്പോൾ കർത്താവ് ആഗ്രഹിക്കുന്നൊരു മേഖലയിലേക്ക് വീഴ്ചകൾ തീർച്ചയായിട്ടും ഉണ്ടാവും. ഞാനൊക്കെ ഒത്തിരി വീണ് ഇനി എനിക്ക് എഴുന്നേക്കാൻ പറ്റില്ല എന്ന് ചിന്തിച്ച മൊമെൻറ്റുകളുണ്ട്. പക്ഷേ പല മേഖലയിൽ നിന്ന് ദൈവം നമ്മളെ ഉയർപ്പിക്കും. അപ്പോൾ ഉയർപ്പിക്കുന്നതിന് മുമ്പ് ഒരു മരണം ആവശ്യമാണ്. വി ഹാവ് ടു ഡൈ ടു അവർ സെൽവ്സ്. അത് ക്ലാരിറ്റിയോടുകൂടെ നമ്മൾ കർത്താവിൻ്റെ മുമ്പിൽ മരിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ദൈവം നമ്മളെ ഉയർപ്പിച്ചിരിക്കും 101%. ദർ ഇസ് നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്.